കൊട്ടിയൂർ ക്ഷേത്രത്തിലെ മാതൃസമിതിക്കാർ ഇവിടെ വന്ന് തൊഴാൻ നിൽക്കുന്ന മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ഭക്തരെ കൺസിഡർ ചെയ്യുന്നത്, അവരെ പരിഗണിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നല്ല തിളപ്പിച്ച വെള്ളത്തിൽ തുളസിയിലേക്ക് ഇട്ട് തിളപ്പിച്ച പരിശുദ്ധമായ വെള്ളം അവർക്ക് കുടിക്കാൻ കൊടുത്തുകൊണ്ടാണ്. കാരണം നമ്മൾ ഒരുപാട് ക്ഷീണിച്ചൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു തുള്ളി വെള്ളം അതും നല്ല രീതിയിൽ പരിശുദ്ധമായി കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് നൽകുന്ന സന്തോഷം ചെറുതൊന്നും ആയിരിക്കില്ല അല്ലേ? അങ്ങനെ അവരിവിടെ ജലം വിതരണം ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ആ വെള്ളം ഒക്കെ കുടിച്ച് അവരുടെ ക്ഷീണമൊക്കെ മാറ്റി നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇതുപോലുള്ള ജലവിതരണം പലപ്പോഴും ഉണ്ടാറുണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് ആറ്റുകാലം ഇതുപോലെ ജലം വിതരണം ചെയ്യുന്ന സത്യസായി സേവാ സമിതിയിലുള്ള ആൾക്കാരെ കാണാറുണ്ട്. ഇവിടെ മാതൃസമിതിയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഇതിൽ ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് ചേച്ചിയോട് ചോദിക്കാം. നിർമ്മല ചേച്ചിയാണ്. ചേച്ചി, എങ്ങനെയാണ് ഈ വെള്ളം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മൾ പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞാൽ ദേവസ്വം പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് നമ്മൾ ദേവസ്വത്തിൻ്റെ വാളണ്ടിയേഴ്സും ഉണ്ട്. ഞങ്ങൾ മാതൃസമിതിയുടെ വാളണ്ടിയേഴ്സാണ്, മാതൃസമിതിയാണ് ഞങ്ങൾ അവർ തകർത്തി വെക്കുന്ന വെള്ളം ഞങ്ങൾ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നറിയോ? തുളസിയാണ് മെയിനായിട്ട് ഇടുന്നത്. വേറെയും സുഗന്ധം വരുന്ന അല്ലെങ്കിൽ ആരോഗ്യം തരുന്ന സംഭവങ്ങളുണ്ട് അല്ലേ? അതുണ്ടാവില്ല, അതുകൊണ്ടാണല്ലോ ഇത്രയും ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഡിമാൻഡ് ചെയ്ത് ചോദിക്കുന്നുണ്ടോ? ഉണ്ട്. എല്ലാവർക്കും ദാഹിച്ച് വെള്ളം വേണമെന്നും പറഞ്ഞ് ചോദിക്കുന്നവരുണ്ട്. ഈ വെള്ളം കൊടുക്കുന്നത് ഒരു നല്ല കർമ്മമാണ് അല്ലേ? നല്ല സന്തോഷം തോന്നുന്നു. എല്ലാവരും വെള്ളം കുടിച്ചിട്ട് അവരുടെ ഒരു എന്താ വെച്ചാൽ ദാഹിച്ച് ഒരുപാട് വിഷമിച്ച് ക്യൂവിലൊക്കെ നിന്ന് വരുന്നവരല്ലേ. അപ്പോൾ അവർക്കൊരു ചൂടുവെള്ളമൊക്കെ കിട്ടുമ്പോൾ, അതും മഴയത്ത് ഒരു ചൂടുവെള്ളം കിട്ടുമ്പോൾ അവർക്ക് നല്ലൊരു ആശ്വാസം. അപ്പോൾ അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. 28 ദിവസവും നിങ്ങളിവിടെ ഉണ്ട്. ഞങ്ങൾ 30-ാം തീയതി രാവിലെ മുതൽ തുടങ്ങിയതാണ്. കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്. മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം കഴിഞ്ഞു പോകുമ്പോൾ സങ്കടമുണ്ടോ? സങ്കടമല്ല, ഞങ്ങളുടെ ഇതൊരു സേവനം, ഞങ്ങൾക്കൊരു പുണ്യമായിട്ടാണ് തോന്നുന്നത്, കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. കൊട്ടിയൂർ പെരുമാളുടെ ഭക്തജനങ്ങൾ അവർക്ക് കുടിവെള്ളം കൊടുക്കുക എന്നുള്ളത് ഞങ്ങൾക്കൊരു പുണ്യമായിട്ടാണ് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് ഞങ്ങളെ ചില സമയം അവർ തലയിലെല്ലാം കൈവച്ച് ഇങ്ങനെ അനുഗ്രഹിക്കും, മോളെ നല്ലത് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെല്ലാം നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. വെള്ളം ചോദിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുക എന്നത് തന്നെയാണ് ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യമായി പറയുന്നത്. എന്തായാലും അതിവിടെ ചെയ്യുകയാണ്, ദേവസ്വം തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമാവുകയാണ് ഈ വനിതാ രത്നങ്ങൾ.